ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2021 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി കാറക്കോറം നിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി സത്ലജ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനമാണ് ഓപ്ഷൻ സി ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ: ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ: എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മൗലിക അവകാശവുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ടെന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാകുന്ന മൗലികാവകാശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് നദിയിലാണ്? ഓപ്ഷൻ ബി സത്ലജിലാണ് ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ: യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല. യക്ഷഗാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ കാസർഗോഡ് ജില്ലയിലാണ് പ്രചാരം സിദ്ധിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ: നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ഏതാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യമാണ്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ: കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? പടിഞ്ഞാറോട്ടൊഴുകുന്നത് 41 നദികളും കിഴക്കോട്ടൊഴുകുന്നത് 3 നദികളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പമ്പ. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയതാണ്, ഇതിൽ ആൻസർ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ: മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനാണ് ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെയാണ്? മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ: കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇതിൽ ആൻസർ ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാരിയ. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരിപ്പാടം ചോദിച്ചു കഴിഞ്ഞാൽ റാണിഗഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ സൂചിപ്പിക്കുന്നതിൽ അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ് ഓപ്ഷൻ സി ബോക്സൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS. അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഓപ്ഷൻ സി 4A-യിലാണ്. 4A-യിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് ഓപ്ഷൻ സി സുപ്രീം കോടതി. അടുത്ത ക്വസ്റ്റ്യൻ: ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, നീലദർപ്പൺ. നീലദർപ്പണാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്? നീലദർപ്പൺ. അടുത്ത ക്വസ്റ്റ്യൻ: ഇപ്പോഴത്തെ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി ആരാണ്? ഇതിൽ വരുമ്പോൾ നേരത്തെ കിരൺ റിജ്ജു ആയിരുന്നു, ഇപ്പോൾ കിരൺ റിജ്ജു അല്ല, അർജുൻ റാം മെഘ്വാളാണ്. അർജുൻ റാം മെഘ്വാളാണ് ഇപ്പോഴത്തെ നിയമവകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ: നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ സത്യശോധക് സമാജത്തിൻ്റെ നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സത്യശോധക് സമാജ് ആരാണ് സ്ഥാപിച്ചത്? ജ്യോതിബ ഫുലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായിയാണ് വന്ദേ മാതരം എന്ന പത്രം തുടങ്ങിയത്.
അടുത്ത ക്വസ്റ്റ്യൻ, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? അപ്പോൾ മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടിയാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി വഴിയാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷനിലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയത്. ആർട്ടിക്കിൾ 21A ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? അപ്പോൾ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഏത് ഭാഗവുമായിട്ടാണ് പ്രവർത്തനം നടത്തിയത്? മലബാറാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഏത് ദേശീയ പ്രക്ഷോഭമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത്? ഓപ്ഷൻ ബി അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് തുണി മിൽ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം. അയ്യോ സോറി കേട്ടോ, നിസ്സഹകരണ സമരമാണ് കേട്ടോ. ഇതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരമാണ് കേട്ടോ. നേരത്തെ തെറ്റി പറഞ്ഞതാണ്, സോറി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ? സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു, അത് ശരിയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചു, ശരിയാണ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു, അത് ശരിയാണോ? ശരിയാണ്. ഓപ്ഷൻ 4 ഒഡീഷയിൽ ജനിച്ചു. അദ്ദേഹം ഒഡീഷയിലാണോ ജനിച്ചത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 4 മാത്രമാണ് തെറ്റ്. അദ്ദേഹം ഒഡീഷയിലല്ല ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ആരൊക്കെയാണ് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളികൾ? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ്. 1ഉം 3ഉം ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ്. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം 4ഉം ആണ്. അപ്പോൾ 1 വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. അടുത്ത് 2 ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഇത് 3ഉമാണ് റൗലത്ത് ആക്റ്റുമായി വന്നത്. ഇതിൽ 1909 നിയമം നിലവിൽ വന്നു എന്നുള്ള സി എന്ന ഓപ്ഷൻ തെറ്റാണ്. അത് 1919 റൗലത്ത് നിയമം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? എവിടെയൊക്കെയാണ്? 93 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നതെന്ന്? ഓപ്ഷൻ സി ആണ്. ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമാണ് ഇപ്പോൾ തൊഴിൽ ലഭ്യത കൂടി വരുന്നത്. ദ്വിതീയ ആൻഡ് തൃതീയ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. ഇത് വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. സാമ്പത്തിക വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ്? ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ,
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണ്? ഓപ്ഷൻ ഡി ആണ്, അന്ത്യോദയ അന്ന യോജനയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2020-21 ഒന്നാമതായ സംസ്ഥാനം ഏതാണ്? 2020-21 നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമത് വന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? അപ്പോൾ 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ എ ആണ്, സേവന മേഖലയാണ് GDP-യിലേക്ക് കൂടുതൽ സംഭാവന നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തിരയും ചുഴിയും സച്ചിദാനന്ദൻ, വീണപൂവ് കുമാരനാശാൻ, ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്, നിലാവിൻ്റെ നാട്ടിൽ അഷിത. ഇതിലേതാണ് തെറ്റായ ജോഡി? ഓപ്ഷൻ എ ആണ്, തിരയും ചുഴിയും സച്ചിദാനന്ദൻ അല്ല എഴുതിയത്, അതാണ് തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ സി ആണ്, 1024 കിലോബൈറ്റ് 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് 1 ജിഗാബൈറ്റ്, 1024 ജിഗാബൈറ്റ് 1 ടിഗാബൈറ്റ്. ഇതാണ് ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ, എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ഒളിമ്പിക് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് എലൈൻ തോംസൻ്റെ ശരിയായ പ്രസ്താവനകൾ? അപ്പോൾ ഏതൊക്കെയാണ്? ജമൈക്കൻ കായിക താരമാണ് അദ്ദേഹം. ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്റർ ഫൈനലിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ 200 മീറ്റർ ഫൈനലിൽ 21.53 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ഒളിമ്പിക്സിലെ സ്പ്ലിൻറ്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തുന്ന ആദ്യ വനിതയുമാണ് എലൈൻ തോംസൺ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക, ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഇതിലെന്താ? ചാരം 5, pH മൂല്യമാണ്, തേയില 4, കുടിവെള്ളം 8, സോപ്പ് 11. ഇതിനകത്ത് നിന്ന് നോക്കുമ്പോൾ ഈ പട്ടിക നോക്കിയിട്ട് പറയുമ്പോൾ കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ചലിക്കുന്ന കാവ്യം ഏതാണ്? ഓപ്ഷൻ ബി ഭരതനാട്യമാണ്. ചലിക്കുന്ന ശില്പിയാണ് ഒഡീസി. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യകാലത്ത് മിൻറ്റേനെറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം. ആദ്യകാലത്ത് മിൻറ്റേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മിൻറ്റേനെറ്റ വോളിബോൾ. അടുത്ത ക്വസ്റ്റ്യൻ, പത്മശ്രീ 2021 ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവിന് 2021 പത്മശ്രീ ലഭിച്ചു. ഏത് വിഭാഗത്തിനാണ് ഏത് മേഖലയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത്? ഓപ്ഷൻ സി, ആദിവാസികൾക്കായി ആതുര സേവനത്തിനാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണരൂപം. IPCCയുടെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ് IPCCയുടെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി ഏതാണ്? 2021 ജൂണിൽ ആരംഭിച്ച വിക്ടേഴ്സ് ചാനലിൽ COVID-19 പശ്ചാത്തലത്തിൽ ആരംഭിച്ച പദ്ധതി എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഫസ്റ്റ് ബെൽ 2.0. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി, ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, കോഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? കോഷിയോർക്കറിൻ്റെ കാരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പ്രോട്ടീനിൻ്റെ കുറവാണ് കോഷിയോർക്കർ എന്ന രോഗം ഉണ്ടാക്കുന്നത്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്രം വിള. പവിത്ര ഏത് വിളയാണ്? പവിത്ര. ഓപ്ഷൻ ബി ആണ് ആൻസർ, നെല്ലാണ് പവിത്ര. അടുത്ത ക്വസ്റ്റ്യൻ,
സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഓപ്ഷൻ ഡി സൈലൻറ്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ, ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 3 ശരി. അപ്പോൾ 1, ആവാസ വ്യവസ്ഥയിൽ ജീവിയ ഘടകവും അജീവിയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. അടുത്ത 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. അപ്പോൾ 1, 3 ശരിയായ പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? COVID-19 ആദ്യമായി ഏത് രാജ്യത്താണ് റിപ്പോർട്ട് ചെയ്തത്? ഓപ്ഷൻ ബി ചൈനയിലാണ് COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ പാകിസ്ഥാനിലാണ്. ഇപ്പോൾ 2023 ആതിഥേയത്വം വഹിച്ചത് കോട്ടെ ഡി വോയേർ എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെ നെതർലാൻഡുമായി സഹകരിച്ചിട്ടാണ് കോട്ടെ ഡി ലവോയേർ എന്ന് പറയുന്ന രാജ്യത്ത് നടത്തിയത്. ഇപ്പോൾ 2024 ഹോസ്റ്റ് കൺട്രി സൗദി അറേബ്യയാണ് കേട്ടോ. 2024 സൗദി അറേബ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത് തരമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എത്ര ഫാരൻഹീറ്റ് ആണ്? ഓപ്ഷൻ സി ആണ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ഏത് ബലമാണ് പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? ഓപ്ഷൻ എ കർഷണ ബലമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം? ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകമാണ് ഓപ്ഷൻ ബി ആണ് ബ്യൂട്ടൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഓക്സിജൻ നിർമ്മിച്ചത് എന്തിൽ നിന്നാണ്? ഓപ്ഷൻ ഡി മെർക്കുറിക് ഓക്സൈഡിൽ നിന്നാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ? യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് എൻവിഷൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി? ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. മംഗദേച്ചു ജലവൈദ്യുത പദ്ധതിയാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ജലജന്യ രോഗം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജലജന്യ രോഗം ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് 1, 3, 4 ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ്. ഇത് 3 ജലജന്യ രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ഓപ്ഷൻ സി ആണ്. മുകളിൽ കൊടുത്തവ രണ്ടും എന്നുവെച്ചാൽ നിപയും ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ഈ 2 രോഗങ്ങളും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് എന്താണ്? നിർജ്ജലീകരണത്തിന് എന്താണ് കൊടുക്കുന്നത്? ഓപ്ഷൻ സി ആണ് ORS ആണ് നിർജ്ജലീകരണത്തിന് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആർദ്രം ദൗത്യം എന്താണ്? ഓപ്ഷൻ സി ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനമാണ് ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യത്തിൻ്റെ അളവ്? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? pH 7 ആണ്, 7 ആണ് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധം ഏതാണ്? ഓപ്ഷൻ ബി പേനാണ് മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധം. അടുത്ത ക്വസ്റ്റ്യൻ, അശ്വമേധം പ്രചരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ അശ്വമേധം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കുഷ്ഠവുമായിട്ടാണ് അശ്വമേധം പ്രചാരണം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാന്ത്വന പരിചരണം നൽകുന്നു ആർക്കാ? സാന്ത്വന പരിചരണം നൽകുന്നത് ഓപ്ഷൻ ബി ആണ് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്കാണ് സാന്ത്വന പരിചരണം നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം? ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹം. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത ഏതാണ്? നിശാന്തത. ഓപ്ഷൻ സി ആണ് നിശാന്തതയാണ് വൈറ്റമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്?
ഓപ്ഷൻ ബി ആണ് ശ്രീ മൻസുഖ് മാണ്ഡവ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് 1ഉം 2ഉമാണ്. കോവാക്സിനും കോവിഷീൽഡുമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് സിക്ക വൈറസാണ് 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ഏത് അവാർഡാണ്? ഓപ്ഷൻ എ ജീവിതശൈലി രോഗ നിയന്ത്രണം അതിനുള്ള അവാർഡാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് കേരളം നേടിയത്. അപ്പോൾ 80 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. താങ്ക് യു.